ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്താക്കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണല്ലേ ലക്ഷദ്വീപിലേക്ക് പോകേണ്ട രീതികൾ എങ്ങനെയാണ്. ഇതിപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യണമാണ്. പക്ഷേ ഇതൊന്നും നമ്മളെന്താ പറയുക, നമ്മുടെ ചാനലിൽ കൂടി അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടണം. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അടുക്ക പിന്നുള്ള ഒന്ന് രണ്ട് പേര് പേരെല്ലാവരും 3-4 പേര് ചോദിച്ച സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോയപ്പോൾ ഉപയോഗിച്ച ക്യാമറ എങ്ങനെയാണ്, നിങ്ങൾ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നിങ്ങൾ കണ്ടല്ലോ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചു. കാരണം പുതിയ യൂട്യൂബേഴ്സ് വരും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെ വന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഒന്നും അറിയില്ല. അതായത് യൂട്യൂബിനെ എങ്ങനെയാണ് നമ്മളെ മോണിറ്റൈസേഷൻ വരെ എത്തിക്കാമെന്ന് പോലും നമുക്കറിയില്ല. അതൊക്കെ നമ്മളിങ്ങനെ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളെ വിളിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ. പക്ഷേ ഞാൻ 1-2 യൂട്യൂബേഴ്സിനെ, മുഖരായ യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയും കോൺടാക്ട് ചെയ്യും. കാരണം എന്തെങ്കിലും അറിവ് എവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു യൂട്യൂബേഴ്സ് പോലും ഫോൺ എടുക്കലിനില്ല. പിന്നെ എടുത്താൽ തന്നെ ഇവർക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ഇത് പറഞ്ഞു തന്നെ എന്തോ സംഭവിക്കുന്ന പോലെയാണ്. എനിക്ക് തോന്നുന്നു പുതിയൊരാൾ ഇതിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ, ഞാനങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരാളെ കിട്ടി. പുള്ളി പറഞ്ഞു ഇന്ന മാതിരിയാണ് കാര്യങ്ങളെന്നിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വിളിച്ച് അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്താൽ മതി, നിങ്ങളിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം പറഞ്ഞു കൊടുത്തു വെച്ചൊന്നും സംഭവിക്കണില്ല. പക്ഷേ എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ്. ഞാൻ ഈ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രമുഖനായ ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടം ഈ പണ്ട് തൊട്ട് ലക്ഷദ്വീപും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ട രീതിയോ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ സമുദ്രം പാക്കേജിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. അത് നമുക്ക് അപ്പോൾ അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളത് വിട്ടു. പിന്നെ നമ്മൾ ഏതെങ്കിലും ചാൻസിൽ പോകാൻ പറ്റിയാൽ തന്നെ എനിക്ക് സംശയം ഉണ്ടായത് നമ്മൾ ഗോപ്രോ മേടിച്ചു. കാരണം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ് ഒരു ഗോപ്രോ ക്യാമറ എന്നുള്ളത്. ഇപ്പോൾ ഈ ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോപ്രോയാണ്. അപ്പോൾ ഈ ഗോപ്രോൻ്റെ ഫ്രെയിംസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. വീഡിയോയുടെ ക്വാളിറ്റി നമ്മൾ കാണുമ്പോൾ നമ്മളിവിടെ നാട്ടിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കും, പക്ഷേ നമുക്കത് കിട്ടണില്ല. അപ്പോൾ നമ്മൾ സംശയമുള്ളവർ ചോദിക്കുമല്ലോ, പക്ഷേ ആരും പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പുള്ളിയോട് വെച്ചാൽ പുള്ളി പറഞ്ഞത് ഒറ്റടുക്കേ വർത്തമാനം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിച്ചിങ്ങനെ നിങ്ങൾ ചെയ്ത ഫ്രെയിം ഒന്ന് പറഞ്ഞു തരാമോ ഇതിൻ്റെ, കാരണം എനിക്ക് ഗോപ്രോ ഉണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ. അത് നിങ്ങൾ ഗോപ്രോ ഉണ്ടായിട്ട് കാര്യമില്ല, സിസ്റ്റം വേണം. ഇത് എഡിറ്റ് ചെയ്യാൻ സിസ്റ്റം വേണം. ഞാൻ 4K എടുത്ത് എഡിറ്റ് ചെയ്യാൻ സിസ്റ്റം വേണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഗോപ്രോ ഉണ്ട്, നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നമ്മൾ സിസ്റ്റം ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആരും എഡിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. ഒരു ഗോപ്രോയുടെ വിഷ്വൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സിസ്റ്റം വേണമെന്ന് നമുക്കറിയാം. അതില്ലാതെ കൊണ്ട് ആരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ. പിന്നെ നമ്മൾ ഫോണിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോസൊക്കെ നമ്മൾ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആവുന്നോ എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ട് ശരിയായില്ല. പക്ഷേ നമ്മളിപ്പോൾ സിസ്റ്റം വേണം, നമ്മൾ ലാപ്പ് മേടിക്കും, നല്ല ലാപ്പ് വേണം, അതിനകത്താണ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അതുപോലും പുള്ളി പറയണത് ലാപ്പ് വേണം, അങ്ങനെ കട്ട് ചെയ്യണം, നമുക്കൊന്നും പറഞ്ഞു തരാൻ സൗകര്യമില്ല. നമ്മൾ ഓക്കെ നമ്മൾ വിട്ടു. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ, നമ്മൾ എന്ത് വിഷ്വൽ എടുത്താലും അതിൻ്റെ ടെറൈനാണ് അതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നീല കടലും കാര്യങ്ങളൊക്കെയാണ് ടെറൈൻ. ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ ചെന്നാൽ വേറെ രീതിയായിരിക്കും. നമ്മുടെ പച്ചപ്പ് ആൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലെ പക്ഷേ ഫുള്ള് പച്ചപ്പ്. അതിനകത്ത് വീഡിയോ എടുത്താൽ കിട്ടുന്നതിന് ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ ടെറൈനിലെ വ്യത്യാസം ഉണ്ടാവും ക്വാളിറ്റികൾ. അതിന് അവിടെ 2-3 കളറുള്ളൂ, ഇവിടെ ഒരുപാട് കളറുകളുണ്ടാവും. ഒരു ഇലക്കേനെ പച്ച ചെമ്പും നീലൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കണം ക്വാളിറ്റി വ്യത്യാസം തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഗോപ്രോൻ്റെ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഗോപ്രോൻ്റെ ഇത് പറഞ്ഞുതരാം കേട്ടോ, ഫ്രെയിമൊക്കെ പറഞ്ഞുതരാം, സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഹീറോ 9 ആണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മളതിന് കുറച്ച് ആക്സസറീസ് മേടിച്ചിരുന്നു. പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വോയിസ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ചെയ്തായിരുന്നു. ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്തത്. കണ്ടോ, ഇതിനകത്ത് ഞാൻ ഗോപ്രോ ഹീറോ 9 കണ്ടോ, ഗോപ്രോ ഹീറോ 9 ഉണ്ട്. അങ്ങനെ കവറിട്ട് വെച്ചാൽ കേട്ടോ. കാരണം ഈ കവറുകൊണ്ട് പിന്നെ ഒരു പറയാട്ടോ, ഇപ്പോൾ നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സാണ് ഇങ്ങനത്തെ ഒരു ഷെല്ലൊന്നും മേടിച്ചിട്ടൊരു കാര്യമില്ല. ഞാനിത് ഉപയോഗിക്കാറില്ല. കാരണം ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടുതലാണ്, വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ ഈ ഹീറോ 9 ഇങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ ആദ്യ വീഡിയോസിലൊക്കെ ഹീറോ 9 മാത്രം ഇങ്ങനെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് ക്വാളിറ്റി ഒരു പ്രശ്നമാണ്. നമ്മൾ ഇത്തിരി നടന്നു പോയാലും അതിനൊക്കെ സൗണ്ട് കറക്റ്റായിട്ട് ക്യാപ്ചർ ആവില്ല. അപ്പോൾ അതിന് പിന്നെ ഇതിനകത്ത് മൈക്ക് കുത്തണം. ഈ മൈക്ക് കുത്താൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം, ഇതേപോലെ ഒരു സാധനം വാങ്ങണം. കണ്ടോ, ഇതേപോലെ ഒരു മീഡിയ മോഡ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും.
ഇതിപ്പോൾ ഹീറോ 9ൻ്റെ മീഡിയ മോഡാണ്. ഹീറോ 9ൻ്റെ മീഡിയ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ടൊരു 8000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഈ സാധനത്തിന്. ഇതുണ്ടെങ്കിലേ നമുക്ക് മൈക്ക് കുത്താൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യണം എങ്ങനെയാണെന്ന്. ഇതൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. കൂടുതലും ഇംഗ്ലീഷിലൊക്കെ കണ്ടമാനം വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ വിശദമായിട്ട് എന്നെക്കാളും നന്നായിട്ടൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിച്ച രീതി പറഞ്ഞുതരാമല്ലോ. സാധാരണക്കാരെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുത്തിയാൽ മതി. ഓക്കെ, വേണ്ട. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വോയിസ് കറക്റ്റ് ക്ലിയർ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വോയിസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് 2 വഴികളാണ് ഉള്ളത്. ഒന്ന് ഒരു എന്താ പറയുക, ഈ മീഡിയ മോഡ് വേണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൈക്ക് അഡാപ്റ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ ഞാൻ മൈക്ക് അഡാപ്റ്റർ മേടിച്ചില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്ക് അഡാപ്റ്ററിന് ഏതാണ്ട് 4000 ചില്ലാൻ്റെ വിലയുണ്ട്. പിന്നെ നമ്മൾ അതല്ലാതെ വയ്ക്കാനായിട്ട് പിന്നെ അത് വേറെ സ്റ്റാൻഡ് ഒന്നും കൂടെ ചക്രമൊക്കെ വേണം. അപ്പോൾ അതിലും ഭേദം നല്ലത് മീഡിയ മോഡാണ്. മീഡിയ മോഡിലേക്ക് നമ്മൾ ഇതിങ്ങനെ തുറന്നിട്ട് കയറ്റിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഏറ്റവും ഈസിയുള്ള വഴികൾ ഇഷ്ടംപോലെ ചാനലുകൾ ചെയ്താൽ മതി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യട്ടെ. അതൊരു ചാനലും ചെയ്തിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് പോയി ഈ ഗോപ്രോനെ കൊണ്ട് കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയാണ് എന്നാലും. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് ഒരു വീഡിയോ ആയിട്ട്, കാരണം എല്ലാ യൂട്യൂബേഴ്സും ഗോപ്രോയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പറ്റിയ പണികൾ ഞാൻ പറഞ്ഞുതരാം, പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് നമുക്കിപ്പോൾ ഈ ഉപയോഗിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് കണ്ടാൽ ഇവിടത്തേക്ക് മൈക്ക് കുത്താം. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇങ്ങനെ കുത്തി ചാർജ് ചെയ്യാം. പിന്നെ അതേമാതിരി തന്നെ HDMI കേബിളുണ്ട്. അത് നമുക്ക് മോണിറ്റർ കണക്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് മീഡിയ മോഡ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തത് ഈ രീതിയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണക്ട് ചെയ്യണത്, പിന്നെ നമുക്ക് വയർലെസ് മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം വയർലെസ് മൈക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിച്ചു. ഇതുണ്ട ഇതേമാതിരത്തെ ബോയയുടെ മൈക്ക് ഞങ്ങൾ യൂസ് ചെയ്തത്. കണ്ട ബോയയുടെ ഇതിന് വന്നിട്ടൊരു 12000 രൂപ അടുത്ത് വില വരുന്നുണ്ട് കേട്ടോ. വയർലെസ് മൈക്കാണ്. ഞാൻ ഓടി പറിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാനിപ്പോൾ നോർമലായിട്ട് പറഞ്ഞു പോകുള്ളൂ. ഇതിനകത്ത് നമുക്കിത് കണ്ടോ, ഇത് റിസീവറും ഇതും ഇതിനകത്ത് ഇത്ര ഐറ്റംസൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഫോണിൽ ഐഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കുത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോ അഡാപ്റ്റേഴ്സ് ഉണ്ടായി. നമുക്ക് ഇതിനകത്തേക്ക് കണ്ടത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, ഈ രീതിയിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ നമുക്കിതെല്ലാം ആവശ്യം വന്നത് നമ്മൾ ഗോപ്രോയിൽ കുത്താൻ നേരത്ത് നമുക്ക് 3.5 mm ജാക്ക് മാത്രം മതി. അതായത് ഈ ഒരു ഐറ്റം. പിന്നെ ഇതിനകത്ത് തന്നെ ഇതുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഫോണുകളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അവിടെ കുത്തി വെച്ചിട്ട് നേരെ നമ്മളിത് ഓൺ ചെയ്യുക, എന്നിട്ട് ഇവിടേക്ക് കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ റോഡ് കാര്യങ്ങളൊക്കെ നോക്കി. റോഡിന് ഇത്തിരി കോസ്റ്റ് ഉള്ള ഇതിന് 2 കിട്ടും. പക്ഷേ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ട ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ. പക്ഷേ ഈ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് റോഡ് ഇവിടെ കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് പൈസ ഉള്ളതാണ്. ഇതിനാകുമ്പോൾ 12000 രൂപയ്ക്ക് നമുക്ക് കാര്യം നടക്കും. അത്യാവശ്യം ബോയയുടെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് മൈക്കിന്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ അവിടെ ചെല്ലാൻ നേരത്ത് നമ്മൾ വെള്ളത്തിന് മുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ ക്യാമറ നോർമലായിട്ട് ഞങ്ങൾ അത്യാവശ്യം എല്ലാ വീഡിയോസിലും നല്ല വെള്ളമാണെങ്കിൽ മുക്കിയിട്ടുണ്ട്. അതായത് പുഴയിലും വെള്ളത്തിലും ഒക്കെ മുക്കിയായിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇനി ഉപ്പുവെള്ളത്തിൽ കയറ്റി നമ്മുടെ കഷ്ടകാലത്തിന് പോകണ്ട. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ അടിയിൽ തട്ട് മുട്ടൊക്കെ ചെയ്താൽ വെള്ളം കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു ലോക്കൽ ഒരു എത്രയാണ് 1000 രൂപ താഴെ വില വന്നിട്ടുള്ളൂ. കണ്ടോ, ഈ ഒരു കവർ ഇതിൻ്റെ മേടിച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് കേസ് മേടിച്ചു. അതിനകത്ത് അവർ ഇതിനോട് പറഞ്ഞു തരാം. ഇവിടെ കുറച്ച് സാധനങ്ങൾ വന്നിരുന്നു. അതായത് ഈ ക്യാമറയുടെ ഉള്ളിൽ വെള്ളത്തിൽ ചെല്ലുമ്പോൾ തണുക്കൊക്കെ ചെയ്യുമ്പോൾ ഈർപ്പം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വേണ്ട ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചാൽ എവിടെയും അത് കിട്ടി. അതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. ഇതിനകത്ത് ഫ്രെയിംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ച ഫ്രെയിംസ് അതെനിക്ക് നല്ലതാണോ ഇല്ലയോ എന്നല്ല, ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ രീതിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, ഈ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ നമുക്ക് വലിയ ഇഷ്യൂസ് വരില്ല. പക്ഷേ ഈ ഒരു ഫ്രെയിംസിൽ ചെറിയ 1080 കിടക്കുന്നുണ്ടല്ലേ, 1080 നമ്മൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്യണം. അടിയിൽ 5K 4K 2.7K 1080, അല്ലെങ്കിൽ ഇവിടെ 2.7K 4.3 എന്ന് പറഞ്ഞാൽ 6 റെസൊല്യൂഷനിലേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ ആൾറെഡി എൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഞാൻ ചെയ്തേക്കുന്നത് ഓരോന്ന് പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡിൽ 1080 60ലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആക്ടിവിറ്റി 2.7 ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ ചെയ്തേക്കുന്ന ഫ്രെയിം ഇതാണ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. 2.7 ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓപ്ഷൻ ഇതാണ്. 2.7K 60 ഫ്രെയിംസിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും 2.7 ഇവിടെ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സെറ്റാക്കി കഴിയുമ്പോൾ 4.3ലേക്ക് മാറും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ചെയ്യാം.
ഇപ്പോൾ 2.7K വെറുതെ എഴുതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് 16.9 വന്നോളും. ഓട്ടോമാറ്റിക്കലി 16.9 ഇവിടെ കാണിക്കും. ഇതേ കണ്ട. അപ്പോൾ ഞാൻ പിന്നെ സിനിമാറ്റിക് 4Kയിൽ ഞാൻ ഇതുപോലെ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണം 4K 30 ഫ്രെയിംസ്/സെക്കൻഡ്. ഈ ഒരു രീതിയിലാണ്. പിന്നെ സ്ലോ മോഷൻ അത് വിട്ടേക്കാം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്ത് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇതായൊരു കാര്യം ഞാൻ എടുത്ത് പറയാം. കാരണം എനിക്ക് ക്യാമറ കിട്ടുമ്പോൾ ഇതിൻ്റെ ഫ്രെയിംസ് കിടന്നിരുന്നത് 60-ലല്ല, അതായത് വന്നിട്ട് 25, 50 ആ റേഞ്ചിലാണ് പോയിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതെന്തോ രാത്രി ഇത് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധമാണ്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നുള്ള ഈ കാര്യം. ഞാനങ്ങനെ കുറേ ചാനലൊക്കെ നോക്കി, ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇതിനകത്ത് 50 ഹെർട്സും 60 ഹെർട്സും തമ്മിൽ വിശദമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം ഞാൻ യൂട്യൂബിലാണ്, നമ്മളെല്ലാം യൂട്യൂബിൽ നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ അതിനകത്തൊന്നും അവർക്കറിയാണ്ട് അവർ പറയാത്തതൊന്നും തന്നെ അറിയില്ല. ഇതിനകത്ത് വലിയൊരു കഥയിരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് 60 ഹെർട്സ് 50 ഹെർട്സ് ഉണ്ട്. സെറ്റിങ്സ് ഞാൻ കാണിച്ചില്ല, അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഇവിടെ പ്രിഫറൻസിൽ ചെല്ലുക, അതായത് നമ്മൾ മുകളിൽ നിന്ന് ക്യാമറ കിടക്കുമ്പോൾ മുകളിൽ നിന്ന് വലിക്കുക, ലെഫ്റ്റിലേക്ക് കഴിയുമ്പോൾ പ്രിഫറൻസിൽ ഇവിടെ സംഭവം കിടപ്പുണ്ട്. ഒരു സെക്കൻഡ്, ജനറലിൽ പോവാം. ഓക്കെ, ജനറലിൽ ചെല്ലുക. ജനറലിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഇത് കണ്ടോ, ആൻറ്റി ഫ്ലിക്കർ എന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട്. 60 ഹെർട്സ് 50 ഹെർട്സ്. ഈ 60 ഹെർട്സും 50 ഹെർട്സും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഇന്ത്യ, അതിന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റിനാണ്. നൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പല നല്ല എന്താണെന്ന് പറയുന്നത് വീഡിയോസ്, നല്ല രീതിയിൽ കുറേ വീഡിയോസ് ചെയ്തോണം യൂട്യൂബിൻ്റെ ചാനലുകളിൽ പോലും ഈ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് അറിയാണ്ടാണത് ഇതിങ്ങനെ പ്രശ്നം തന്നെ. 50 ഹെർട്സും 60 ഹെർട്സും തമ്മിൽ നമുക്ക് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യും. ഈ ഫ്ലിക്കർ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഫ്രെയിംസ് ചാനലിലല്ല, നമ്മുടെ ഗോപ്രോൻ്റെ സെറ്റിങ്സ് അല്ലെങ്കിൽ ക്യാമറയുടെ സെറ്റിങ്സ് 60 ഹെർട്സ് കിടക്കുന്നതുകൊണ്ടാണ് അത് തന്നെ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ പവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 230 വോൾട്ട് 50 ഹെർട്സിലാണ്. 50 ഹെർട്സാണ് അതിൻ്റെ സൈക്കിൾ. അതായത് ഇത് ഇത് കറങ്ങുമ്പോൾ ചുമ്മാ ജസ്റ്റ് പറയേണ്ടത് ആവശ്യമുള്ള കാര്യമില്ല. നമ്മുടെ ആൾട്ടർനേറ്റർ കറങ്ങുമ്പോൾ, അതായത് ആൾട്ടർനേറ്റർ മീൻസ് നമ്മുടെ പവർ ജനറേറ്റർ കറങ്ങുമ്പോൾ ഒരു സെക്കൻഡിൽ അത് 50 പ്രാവശ്യം അതിൻ്റെ ഇത് ചെയ്യും. അതാണ് 50 ഹെർട്സ്. നേരെ വന്നിട്ട് അത് US റീജിയനിലേക്ക് പോകുമ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് 110 വോൾട്ട് 60 ഹെർട്സാണ്, 60 ഹെർട്സാണ്. അപ്പോൾ ഈ ഫ്ലിക്കറിങ് 60 ഹെർട്സിലേക്കും, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈക്കിൾ മാറണതും 60 പ്രാവശ്യം മാറും സെക്കൻഡിൽ. നമ്മുടെ വന്നത് 50 പ്രാവശ്യം മാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 50 ഹെർട്സ് 60 ഹെർട്സ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇത് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഈ സിസ്റ്റം, അതായത് അത് എൻ്റെ വിശദമായിട്ടൊന്നും പോണില്ല, അത് ടെക്നിക്കലാണ്. കാരണം ഞാൻ ഇത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ കുറേ രാജ്യങ്ങളിൽ 50 ഹെർട്സാണ് ഫോളോ ചെയ്യുന്നത്. 125 എന്ന് പറഞ്ഞൊരു 135 ആ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഈ 50 ഹെർട്സ് നമ്മളുള്ള സ്ഥലങ്ങളിൽ അത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ നേരെ പിടിക്കുമ്പോൾ ഫ്ലിക്കർ ചെയ്യും. പിന്നെ ട്യൂബ് ലൈറ്റിലേക്ക് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. 60 ഹെർട്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്ലിക്കറിങ് ആയിരിക്കും. ആ 50 ഹെർട്സ് ഇട്ട് ആ ഫ്ലിക്കറിങ് പോകും. അപ്പോൾ നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ 50 ഹെർട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിംസിനെ അത് ഇത് ചെയ്യാൻ പറ്റും. പകൽ അതിൻ്റെ ആവശ്യമില്ല. പകൽ നമുക്ക് 60 ഹെർട്സിൽ എവിടെ വേണമെങ്കിലും ഇട്ട് ഉപയോഗിക്കാം. ഫ്രെയിംസ് 60-ലോ അല്ലെങ്കിൽ 120-ലോ 30-ലോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ രാത്രി കാലങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് 50 ഹെർട്സിലേക്ക് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഫ്ലിക്കറിങ് ഒഴിവാക്കാം രാത്രി. അതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ആദ്യമായിട്ട് കാണിക്കാത്തതിൻ്റെ കാര്യം അതാണ്. നമ്മൾ 60 ഹെർട്സ് അല്ലെങ്കിൽ 50 ഹെർട്സ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രെയിംസ് 25 അങ്ങനെ കാണിക്കുള്ളൂ. 25, 50 അങ്ങനെ ആ ഒരു റേഞ്ചിലായിരിക്കും പോവുക. 60-ൽ ഇട്ടാൽ 60, 120, 30 ആ റേഞ്ചിൽ പോവും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ക്യാമറയിൽ എല്ലാവർക്കും 60 ഹെർട്സ് ആയിരിക്കും ക്യാമറ ഡിഫാൾട്ട് വരിക. അപ്പോൾ നമ്മൾ രാത്രി മാത്രം ഇത് മാറ്റിയിട്ട് 50-ൽ ഇട്ടോ. കാരണം ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി മുഴുവൻ ഫ്ലിക്കറിങ് എല്ലാവർക്കും. ആ ഫ്ലിക്കറിങ് മാറ്റാൻ ഏറ്റവും ഈസി ആയിട്ട് വഴി 50-ലേക്ക് ഇടാം. ഇതൊരു ഫ്രെയിമാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് രാത്രി. ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ഞാനത് എനിക്ക് മനസ്സിലായത്. ഞാനപ്പോൾ റീസെൻ്റായിട്ട് ചെയ്യണതാണ്. അപ്പോൾ അത് അറിയാത്തവർ കുറേ പേരുണ്ട്. കാരണം കുറേ പേരുണ്ടെന്നുള്ളത് അവരുടെ ഇത് നിങ്ങൾ ചാനൽ ചെയ്തേക്കണവർക്ക് ഗോപ്രോ ഉള്ള എല്ലാവരും നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ചാനലിൽ നോക്കിക്കോ, ഈ രാത്രി ലൈറ്റ് മിന്നുണ്ടാവും. കാരണം ഞാൻ കുറേ പേരിൽ കണ്ടതിൻ്റെ കാര്യം ഈ 50 ഹെർട്സ് ആക്കുക. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ പവർ സപ്ലൈയുടെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ 50 ആക്കുക, US-ലാണ് നിങ്ങൾ വീഡിയോ എടുക്കാൻ പോകണമെങ്കിൽ 60 ആക്കുക. ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ 60 ആക്കുക. ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ 50 ഹെർട്സിലാക്കുക. സംഭവം ഒക്കെ ആയിരിക്കും. ഇത് എന്തായാലും നിങ്ങൾക്കൊരു അറിവ് തന്നെയാണ്. കാരണം ഇത് ഞാൻ കണ്ട കുറേ പേരിൽ ഈ ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടവർ വേണമെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാപ്പ് കൊണ്ടുപോകണം. കാരണം ഒരുപാട് വിഷ്വൽസ് മാറ്റാനുണ്ടാവും. പിന്നെ മെമ്മറി കാർഡ് ഞാനിപ്പോൾ 128 GB ഒരെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ അതുപോലെ 32 GB ഒരെണ്ണം ക്യാമറ മേടിച്ചപ്പോൾ തന്നെ കിട്ടിയ ഒരു ഇതുണ്ട്. കണ്ടോ,
മെമ്മറി കാർഡുണ്ട് സാൻഡിസ്കിൻ്റെ. മറ്റേ ഞാൻ സാൻഡിസ്കിൻ്റെ പൈസ ഉള്ളതായതുകൊണ്ട് സാംസങ്ങാണ് മേടിച്ചത്, ക്യാമറയിൽ കിടപ്പുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത് ഇതിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത്. അത് പക്ഷേ ക്യാമറ പണി മുടക്കിയാണ്ട് കുറേ വിഷ്വൽസ് നഷ്ടമായി. കാരണം അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോ പറയാം. കാരണം അത് വിശദമായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം എല്ലാം ഗോപ്രോ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചത്. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ പെടാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഫോണിലൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാമറ ഉപയോഗിക്കാവുന്ന ഫോണിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ലക്ഷദ്വീപിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം പോരാട്ടോ. ഒന്ന് മിനിമം നമ്മൾ 2 ക്യാമറ കൊണ്ടുപോകണം. പക്ഷേ അവിടുത്തെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഒരു സാധനം പോരാ. കാരണം ഇതൊരു സൂമിങ് ഒരു പ്രശ്നം തന്നെയാണ്. സൂമിങ് നമുക്ക് കിട്ടണില്ല. അതിൻ്റെ പേരിൽ നല്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ DSLRനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിപാടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും നല്ലത് നമ്മൾ ഹാൻഡി ക്യാം കോഡർ ഇല്ലേ, ഒരു 1.10 1.20 കൊടുത്ത 4K ക്യാം കോഡർ JVCയിലേക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം 30x സൂമിങ് ഒക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും നല്ലത്. നമ്മുടെ സന്തോഷ് ജോർജ് സാറൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ക്യാമറ ആയിരിക്കും, പ്രൊഫഷണൽ ക്യാമറയാണ് നല്ലത്. ഒരു 1.10 കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യാമറ ഇപ്പോൾ അവൈലബിൾ ആണ് JVCയിലേക്ക്. നമുക്കത് വാങ്ങേണ്ടി വരും. കാരണം ലഡാഖൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല വീഡിയോസ് കിട്ടാനായിട്ട് ടൈറ്റ് ചെയ്തും ഫ്രെയിം എടുക്കാനായിട്ട് അതാണ് നല്ലത്. പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ എടുത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ തുടങ്ങിയ പരിപാടിയാണിത്. നമ്മൾ ഓരോന്ന് വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തനിയെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട് എല്ലാവരും. സോഫ്റ്റ്വെയർ ഞാൻ മൂവാവി ഉണ്ട്. അപ്പോൾ മൂവാവിയുടെ സോഫ്റ്റ്വെയർ എനിക്ക് തോന്നുന്നു അത്ര ഏറ്റവും പൈസ കുറവും ഏറ്റവും ഈസി ആയിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആയിട്ട് സോഫ്റ്റ്വെയറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം പത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാൻ പാടാത്ത പൊട്ടന്മാർക്ക് വരെ അതിനകത്ത് വീഡിയോ ചെയ്യാം. കാരണം നമ്മൾ ചെയ്യേണ്ടല്ലോ, അതിൻ്റെ കാരണം അത് ചെയ്യാൻ പറ്റും. എനിക്ക് അത് ഈസി ആയിട്ട് തോന്നി. പക്ഷേ അതിലും മറ്റേ കൂടിയ ഭയങ്കര സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്ന് ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് ഒരെണ്ണം കിട്ടി. ക്രാക്കാണ്, വെറുതെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് തുറന്ന് വെച്ചിട്ട് ഞാനത് നക്ഷത്രം ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അത് വെറുതെ ചെയ്ത് കളഞ്ഞു, അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ പെയ്ഡ് വെർഷനാണ്. കാരണം ഞാനീ മൂവാവി ആദ്യം ഉപയോഗിച്ച ക്രാക്ക് വെർഷൻ ഉണ്ടാവും. അതിനൊരു കുഴപ്പമുണ്ടായില്ല. ഒരുപാട് നാൾ വർക്ക് ചെയ്ത് ഏതാണ്ട് ഒരു 10 60 70 വീഡിയോസ് നമ്മൾ അതിനകത്ത് ചെയ്തു. ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങൾ വരും. അതായത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടായി പോവുക, ഹാങ്ങായി നിൽക്കാനുള്ള പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവർ പണി തന്നെയാണ്. കാരണം അവർക്കറിയാം. എനിക്ക് മൂവാവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, മൂവാവി ഇതുപോലെ ക്രാക്ക് വെർഷൻ അവർ നമ്മളെ കൊണ്ട് ഉപയോഗിച്ച് നമ്മളൊക്കെ സെറ്റായി കഴിയുമ്പോൾ, നമ്മൾ സെറ്റായി എന്ന് അവർക്ക് തോന്നുമല്ലോ. എപ്പോഴെങ്കിലും ലാപ്പ് കണക്റ്റ് ആകുമ്പോൾ അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അവർ ഓട്ടോമാറ്റിക് പണി തരാൻ തുടങ്ങും. അവരുടെ എൻ്റെ പെയ്ഡ് വെർഷൻ അയച്ചു തരും. അപ്പോൾ എനിക്ക് ഒരു ലൈഫ് ടൈം പെയ്ഡ് വെർഷൻ കിട്ടിയത് എന്തോ 2000 ചില്ലാൻ രൂപയ്ക്ക് നമുക്ക് കിട്ടി. അത് മതി. അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ നല്ലതാണ്. 4K വരെ എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമറ ഈ കേസിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നല്ല വെയിലത്തൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ബ്ലാക്കാണ് ക്യാമറ. അത് കാരണം നല്ലോണം ഹീറ്റ് അബ്സോർബ് ചെയ്യും. സൺലൈറ്റിലൊക്കെ ഒരുപാട് ഉപയോഗിച്ചാൽ ഇത് ഹീറ്റാവും. ഇത് ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഓഫായി പോകും. അപ്പോൾ അതെനിക്ക് തോന്നണത് ഇതിന് ഈ കവറില്ലാതെ കുറച്ചും കൂടിയൊക്കെ ഇത് ഹീറ്റ് പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ക്യാമറയാണ്. കാരണം ആക്ഷൻ ക്യാമറ ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് പോലെ ട്രാവൽ ചെയ്യുക. വെള്ളത്തിനടിയിലൊരു വിഷയമില്ല. കാരണം വെള്ളത്തിനടിയിൽ ചൂടാവുന്ന പ്രശ്നമില്ല. പക്ഷേ അല്ലാതെ കാറ്റടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് കൂൾ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഓവർ ഹീറ്റ് ആയി ഒരു വീഡിയോയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും എളുപ്പമുള്ള വഴി ഇതിൻ്റെ ബാറ്ററി ഊരി മാറ്റാം. ബാറ്ററി പാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി മാറ്റിയിട്ട് ഡയറക്റ്റ് ഇവിടെ നമ്മൾ ഒരു പവർ ബാങ്കിൽ നിന്ന് കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂടാവുന്നൊരു പ്രശ്നം കുറഞ്ഞ് കിട്ടും. അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഈ അഡാപ്റ്ററിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മുടെ കേസിൻ്റെ മീഡിയാമോഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കണ്ടോ ഇവിടെ നമ്മുടെ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ 2 മൈക്കുണ്ട്. അത് നമുക്കിവിടെ ഈസി ആയിട്ട് ചേഞ്ചബിൾ ചെയ്യാം. കണ്ടോ, ഫ്രണ്ടും ബാക്ക്. ഇതിപ്പോൾ ഫ്രണ്ടാണ് കിടക്കണത്. ഇത് വേണമെങ്കിൽ ബാക്ക് ആക്കാം. കണ്ടോ, ബാക്ക് ഫ്രണ്ടൊക്കെ മാറ്റാം കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഓഡിയോ ക്യാപ്ചർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം നമ്മൾ സാധാ ഈ പറഞ്ഞ ഗോപ്രോ ക്യാപ്ചർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓഡിയോ ക്വാളിറ്റിയിൽ ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ മീഡിയ മോഡിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ മോഡ് മാത്രം മതി. ആക്ച്വലി ഒരുപാട് സൗണ്ടൊന്നും പുറത്തില്ല, നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ ഇതിനകത്ത് റോഡിലേക്ക് ഇത്തിരി നല്ല മൈക്കൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഓഡിയോ ക്വാളിറ്റിയൊക്കെ കിട്ടുകയും ചെയ്യും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ഓരോ സാധനം മേടിക്കുന്നതിനും പൈസ കൂടുതലാണ്. അപ്പോൾ പിന്നെ അതൊന്നും ആവശ്യമില്ല. നമുക്ക് നോർമലായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൈക്കൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ്. പഴയ ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ കിട്ടിയ കാര്യങ്ങൾ ഇതാണ്ട് ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ. വേറൊന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇത് ജസ്റ്റ് അങ്ങനെ ചോദിച്ച ആൾക്കുള്ള മറുപടിയാണ്. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ ഇങ്ങനെയാണ്.
ഇതിനകത്തെ വീഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് എൻ്റെ അടുക്ക പലരും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചത്. ഇപ്പോൾ പലർക്കും കാണുമ്പോൾ അത് വീഡിയോ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ തോന്നാം, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അടുക്ക എല്ലാവരും കണ്ടവരൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റിയും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഭവം ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. നമുക്കിനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.